ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ അയ്യപ്പ സീസണാണല്ലോ. അപ്പം നമുക്ക് ഒരുപാട് ഭക്തിഗാനങ്ങളും സ്റ്റാറ്റസൊക്കെ അങ്ങനെ ഡെയിലി വാട്സപ്പിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ ഇടേണ്ടി വരില്ലേ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ വെറൈറ്റി രീതിയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേറെ ഒരു രീതിയിൽ ലിറിക്കൽ വീഡിയോ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഫില്ല് കോമ്പോസിഷൻ ഏരിയ എടുക്കുക. എന്നിട്ട് ഇവിടെ ഈ സൈസൊക്കെ നമുക്കിങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ഞാൻ ക്യാപ്കട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഫോട്ടോയും ഓഡിയോ ഒക്കെ ഇതിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലും ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് ഒന്നുകൂടെ കംഫർട്ടായിട്ട് ഇതിലാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ ലിറിക്ക് മാത്രം നമുക്ക് ക്യാപ്കട്ട് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓഡിയോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട സോങ് നമ്മൾ കറക്റ്റ് ഒരു 30-31 സെക്കൻഡ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിവിടെ ഇമേജും അതുപോലെ അതിൻ്റെ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ എഫക്റ്റൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന് ജസ്റ്റ് ഇവിടെ ഒരു ലിറിക്ക് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ സേവ് കൊടുത്ത് ഗാലറിയിലിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ലിറിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഡ് എഫ് എം എന്നുള്ള ഇതെടുക്കാം. എന്നിട്ട് അതിൽ ലിറിക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ ആ പാട്ടിൻ്റെ ലിറിക്ക് നമുക്കെടുത്ത് കോപ്പി പേസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലാലേട്ടൻ പാടിയിട്ടുള്ള ഒരു അയ്യപ്പ സോങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അയ്യപ്പ പൊന്നണി കോവിലിൽ ആടിപ്പാടി വരുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ പ്രിവ്യൂവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഇതാണ്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഗെറ്റ് എഫ് എം എൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ നമ്മൾ പിക്സൽ ലാബിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരുന്നതാണ്. അവിടെ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോഡ് എഫ് എം എൽ വഴി ഉണ്ടാക്കിയിട്ടുള്ള അത് കോപ്പി ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പൊസിഷന് കാര്യങ്ങൾ, ടെക്സ്റ്റിൻ്റെ സൈസ്, കളറ്, ടെക്സ്റ്റർ കപ്പാസിറ്റി, അങ്ങനെയൊക്കെ ഫോണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് സ്ട്രോക്ക് കാര്യങ്ങൾ, ഷാഡോ, ഇന്നർ ഷാഡോ, പേഴ്സ്പെക്റ്റീവ്, ഇന്നർ ഷാഡോ, അതുപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഓപ്ഷൻ കൊടുക്കുക. ആദ്യം ഒരു സേവ് ആസ് പ്രൊജക്റ്റ് കൊടുക്കുക. അത് നമുക്കവിടെ അയ്യപ്പ സോങ് എന്നുള്ളത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരെ സേവ് ആസ് ഇമേജ് കൊടുക്കാം. നമുക്ക് ഒരുപാട് ലിറിക്സ് എഴുതാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ടെക്സ്റ്റ് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. വേറെ കളർ ഗ്രേഡിങ്ങോ കാര്യങ്ങളൊന്നും വേറെ റിപ്പീറ്റായിട്ട് അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിഫോൾട്ട് എന്നുള്ള ഇവിടെ ഡയമെൻഷൻസ് നമുക്ക് അൾട്രാ കൊടുത്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ലിറിക്സും ഇങ്ങനെ കോഡ് എഫ് എം എൽ വഴി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിക്സൽ ലാബ് വഴി അങ്ങനെ എല്ലാ ലിറിക്സും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ലിറിക്സൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നേരെ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ലൈറ്റ് മോഷൻ വഴി ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ലിറിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഓവർലേ എന്നുണ്ട് താഴെ, അത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ള ടെക്സ്റ്റിൻ്റെ ഇമേജ് ഫോർമാറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ഇവിടെ ഫസ്റ്റ് എഴുതിയ അയ്യപ്പ ഇതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് കറക്റ്റ് നമ്മൾ എവിടെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റിൻ്റെ സൈസും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ 2 കൈ ഉപയോഗിച്ചിട്ട് സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് പാട്ട് എവിടെ മുതൽ എവിടെ വേണമെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ലിറിക്സ് എവിടെയാണ് തീരുന്നത് വരെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത ലിറിക്സ് അങ്ങനെ എല്ലാ ലിറിക്സ് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാത്തിനും ഒരേ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ലിറിക്സ് ആദ്യം എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. ഓക്കെ, നമ്മളപ്പോൾ എല്ലാ ലിറിക്സും കണ്ടോ, എല്ലാ ലിറിക്സും നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോങ്ങിനനുസരിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് ഔട്ട് അതുപോലെ കോംബോ എന്നുണ്ട്. അപ്പം ഇന്നാകുമ്പോൾ നമ്മൾ ഇന്നും ഇങ്ങനെ വരുന്ന ആനിമേഷൻ അതുപോലെ ഔട്ട് ആനിമേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും എളുപ്പമായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കോംബോ ആണ്. അപ്പോൾ അതിൽ ഇന്നും ഉണ്ടാവും ഔട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് അതായിരിക്കും സിമ്പിളായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോംബോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇതുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ ഓരോരോ ഓപ്ഷൻസ്. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഒരുപാട് വീഡിയോ ഒക്കെ ഇത് വെച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ആനിമേഷൻ ഉണ്ടോ. ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ നമുക്കിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം ഫുള്ളാക്കി കൊടുക്കുക. അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് എല്ലാത്തിനും അത് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആനിമേഷൻ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. കോംബോ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോരോ ലിറിക്കും ഇങ്ങനെ എഫക്റ്റുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് എല്ലാ ഇതിൽ എത്ര എഫക്റ്റുകളുണ്ട്, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോരോ എഫക്റ്റായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് റാൻഡംലി ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എഫക്റ്റ് ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻഡംലി തോന്നിയതൊക്കെ ഇങ്ങനെ ഇട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒന്നുകൂടി ഭംഗിയാവാൻ ഓരോ എഫക്റ്റ് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ 2 എഫക്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. ഞാനിപ്പോൾ ഇതിൽ ഓരോരോ എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇനി വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ എന്തൊക്കെ എഫക്റ്റുകളാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഈ താഴെ കാണുന്ന എഫക്റ്റ് എന്നുള്ളതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എഫക്റ്റ് എന്തെങ്കിലും ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റിംഗ് എഫക്റ്റിൽ ഇതവിടെ ഈ ട്രീ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു എഫക്റ്റ്. അപ്പോൾ അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുള്ള് വീഡിയോയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടോ, അങ്ങനെ ഒരു ഫിൽറ്റർ, അതുപോലെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് എഫക്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഓരോന്ന്. പിന്നെ ഓവർലേ വേറെ ഏതെങ്കിലും ഓവർലേ കാര്യങ്ങൾ, ഇപ്പോൾ ഇനി നിങ്ങളുടെ എഡിറ്റിംഗ് ടൈം കാര്യങ്ങൾ അതൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഓവർലേ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു ഓവർലേ വീണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് എൻ്റെ എഡിറ്റിംഗ് ടൈം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒപ്പോസിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോയിൽ ഫുള്ളാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സേവിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രെയിം റേറ്റും റെസൊല്യൂഷനൊക്കെ സെറ്റ് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലിറിക്കൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ക്യാപ് കട്ട് മാത്രം മതി ശരിക്കും. പിന്നെ പിക്സൽ ലാബിൽ ലിറിക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇതിലും നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ മറക്കാതെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലത്തെ കിട്ടിലെ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.